പ്രധാന റോഡുകളോട് ചേർന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഹോം ഗാർഡ് വേണമെന്ന ഉത്തരവ് നടപ്പാക്കുന്നില്ല. രാവിലെ സ്കൂൾ തുടങ്ങുന്ന സമയത്തും വൈകിട്ട് സ്കൂൾ വിടുന്ന സമയത്തും തിരക്കുള്ള റോഡാണെങ്കിൽ അവിടെ വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഹോം ഗാർഡ് വേണമെന്ന DGPയുടെ ഉത്തരവാണ് നടപ്പാകാത്തത്. പ്രധാനപ്പെട്ട റോഡിനോട് ചേർന്നുള്ള മണ്ഡലത്തിലെ പല സ്കൂളുകൾക്ക് മുന്നിലും ഹോം ഗാർഡ് സേവനം ഇപ്പോൾ ലഭ്യമല്ല. കുട്ടികൾ അലസമായി റോഡ് മുറിച്ച് കടക്കുന്നതിനാൽ ഏത് സമയത്തും അപകടം സംഭവിക്കാം. രാവിലെയും വൈകിട്ടും സ്കൂൾ പരിസരത്ത് ഹോം ഗാർഡിനെയോ പോലീസിനെയോ നിയോഗിക്കുകയാണെങ്കിൽ സ്കൂൾ പരിസരം കേന്ദ്രീകരിച്ചുള്ള ലഹരിമരുന്ന് വിൽപ്പനയും തടയാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ. നമ്മുടെ സംസ്ഥാനത്ത് പ്രധാന ഹൈവേയോട് ചേർന്നിട്ടുള്ള സ്കൂളുകളും, അതായത് പ്രധാനപ്പെട്ട PWD റോഡിനോട് ചേർന്നിട്ടുള്ള സ്കൂളുകളുടെ ഫ്രണ്ടിലും ഒരു ഹോം ഗാർഡിനെയോ പോലീസിനെയോ കർശനമായിട്ട് നിയമിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ DGPക്ക് പരാതി നൽകിയിരുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ചിന്നിച്ചിതറി ഓടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഏത് നിമിഷവും അപകടമുണ്ടാക്കുന്ന രീതിയുള്ളപ്പോൾ ഈ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുന്നത് സീബ്ര ലൈൻ പോലും ശ്രദ്ധിക്കാതെ കുട്ടികൾ അമിത വേഗത്തിൽ ഓടുന്നതായിട്ടാണ് കാണുന്നത്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളുടെ ഫ്രണ്ടിലും, അതായത് മെയിൻ ഹൈവേയോട് ചേർന്നിട്ടുള്ള സ്കൂളുകളുടെ ഫ്രണ്ടിലും PWയോട് ചേർന്നിട്ടുള്ള സ്കൂളുകളുടെ ഫ്രണ്ടിലും ഹോം ഗാർഡിനെയോ അല്ലെങ്കിൽ പോലീസിനെയോ നിയമിക്കണമെന്ന് ഉള്ളത് DGPയുടെ ഉത്തരവാണ്. ആ ഉത്തരവ് ഉണ്ടെങ്കിലും നമ്മൾ സംസ്ഥാന DGPക്ക് അടിയന്തരമായിട്ട് ഈ നിയമം കർശനമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു. ഇപ്പോഴും പല സ്കൂളുകളുടെ ഫ്രണ്ടിലും ഇടയ്ക്ക് ഹോം ഗാർഡിനെ കാണുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കൊച്ചുകുട്ടികൾ സീബ്ര ലൈൻ നോക്കാതെ റോഡ് വട്ടം മുറിച്ച് കടക്കുന്നത് വളരെയധികം അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഇപ്പം നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഈ പോലീസിനെയോ ഹോം ഗാർഡിനെയോ നിർത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. ഒന്ന്, വിദ്യാർത്ഥികളുടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. കൂടാതെ സ്കൂളിന്റെ പരിസരത്ത് കഞ്ചാവ്, മയക്കുമരുന്ന് എന്നിവ വിദ്യാർത്ഥികളിലേക്ക് കൈമാറാണ്ടിരിക്കുന്ന ഒരവസ്ഥയും ആ പരിസരത്ത് നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് സ്കൂളുകളുടെ ഫ്രണ്ടിൽ കർശനമായിട്ടും ഹോം ഗാർഡോ പോലീസോ ഉണ്ടാവണമെന്നാണ് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. കർശനമായിട്ടും ഹോം ഗാർഡിനെയോ പോലീസിനെയോ അധികാരികൾ നിർത്തണം എന്നാണ് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. ലൈവ് ന്യൂസിനു വേണ്ടി സുരേഷ് ചെമ്മനാടൻ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.